അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഷീന മനോജാണ്. തന്റെ ജീവിതത്തിലെ ദൈവീയ അനുഭവങ്ങളെക്കുറിച്ച്, ദൈവീയ ഇടപെടലുകളെക്കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. തൻ്റെ വലത് കാലിന് വേണ്ടതുപോലെ സ്വാധീനമില്ലാതെ പോളിയോ രോഗത്താല് ബാധിക്കപ്പെട്ട് തന്നെ ബലഹീന അവസ്ഥയിൽ ആയിരിക്കുമ്പോഴും തൻ്റെ പരിമിതികളെ ഒന്നും തന്നെ പരിഗണിക്കാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസി തൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യ പ്രേക്ഷകരോടൊപ്പം തുടർന്ന് ആമേനെ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കണം. പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരെ എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 9 മണിക്ക് സംബന്ധിക്കുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാവുന്നതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷീന മനോജിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. നിൻ സ്നേഹമോർക്കുമ്പോ നന്ദിയാൽ പാടും ഞാൻ. അങ്ങനെ സ്നേഹിപ്പാ ഞാൻ എന്തുള്ളൂ നാഥ, അങ്ങനെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിൽ ഇപ്രകാരം എന്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്പ്പാൻ എനിക്ക് അവസരം തന്ന പ്രിയ ദാനിയേൽ പാസ്റ്ററോടും ഫാമിലിയോടും അരോമ ടിവിയുടെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്റെ പേര് ഷീന മനോജ്. എന്റെ സ്വദേശം കണ്ണൂരാണ്. എനിക്ക് ഹസ്ബൻഡും 2 പെൺകുഞ്ഞുങ്ങളുമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ധോണിയിൽ, പാലക്കാട് ധോണിയിലുള്ള IPC കർമ്മേൽ ചർച്ചിൽ ചേർച്ച് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇനി എന്റെ ബാല്യകാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാതാപിതാക്കളും 6 സഹോദരിമാരും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ ഏറ്റവും ഇളയ പൈതലായി ജനിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. എന്റെ മാതാപിതാക്കൾ വളരെ ദൈവഭയവും ദൈവഭക്തിയുമുള്ള മാതാപിതാക്കളായിരുന്നു. എന്റെ സഹോദരിമാര്, ഞങ്ങളെ 6 പേരെയും വളരെ ദൈവഭയത്തിലും ദൈവഭക്തിയിലും പത്യോപദേശത്തിലും എല്ലാം പോറ്റി വളർത്തുവാൻ യേശു കർത്താവ് എന്റെ മാതാപിതാക്കൾക്ക് കൃപ നൽകി. എന്റെ ജീവിതത്തിൽ എന്റെ മാതാപിതാക്കളെ പറ്റി വളരെ സന്തോഷത്തോടെ പറയുവാൻ എനിക്ക് എപ്പോഴും കഴിയുന്ന ഒരു കാര്യമുണ്ട്. കാരണം അവര് വളരെ കഷ്ടതയുടെ നടുവിലൂടെയാണ് ഞങ്ങളെ 6 പേരെയും വളർത്തിക്കൊണ്ടുവന്നത്. എന്റെ പിതാവ് ഒരു കൈത്തറി സ്ഥാപനത്തില് വർക്ക് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ തുച്ഛമായ വരുമാനം മാത്രമേ എന്റെ പിതാവിന് ഉണ്ടായിരുന്നുള്ളൂ. ആ വരുമാനം വെച്ചാണ് ഞങ്ങളെ 6 പേരെയും എന്റെ മാതാവും പിതാവും വളർത്തിക്കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ടായി ഫാമിലിയിലൊന്നും ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് എന്റെ മാതാവും പിതാവും സഹോദരിമാരും യേശു കർത്താവിനെ കണ്ടുമുട്ടാനിടയായത്. കണ്ണൂരുള്ള AG ചർച്ചാണ് ഞങ്ങളുടെ മാതൃസഭ. 1977 കാലഘട്ടത്തിൽ പാസ്റ്റർ VT എബ്രഹാമിന്റെ ശുശ്രൂഷയിലുള്ള ആദ്യ ബലങ്ങളിൽ ഒരു കുടുംബമായിരുന്നു എന്റെ കുടുംബം. വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ ഫാമിലി കടന്നുപോയിരുന്നത്. ഞങ്ങൾ 6 മക്കളെയും പഠിപ്പിക്കണം, അച്ഛൻ മാത്രമേ ഒരു ജോലിക്ക് പോകുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലും എന്റെ മാതാപിതാക്കൾ വളരെ ഭക്തിയോടെ ഭയത്തോടെ കർത്താവിനെ സ്നേഹിപ്പാനും സേവിപ്പാനും എന്റെ സഹോദരിമാരെ എല്ലാം പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുവാനും ഇടയായി. 1977 എന്റെ മാതാപിതാക്കളും മൂത്ത സഹോദരിയും കർത്താവായ യേശു കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ ഇടയായി. അതിനുശേഷം എന്റെ മറ്റു സഹോദരിമാരും ഞാനും ഒക്കെയും
കർത്താവിനെ അറിയുവാനും ഈശോപ്പച്ചനെ ജലത്തിൽ സാക്ഷിപ്പാനും ഇടയായി. കണ്ണൂര് മൂന്നാം പീടികയിലുള്ള AG ചർച്ചിന്റെ തൊട്ടടുത്ത ഒരു ഭവനമായിരുന്നു ഞങ്ങളുടേത്. ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ ചർച്ചില് വാട്ടർ ഫെസിലിറ്റീസോ ബാത്റൂമോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും പഴയ ചർച്ചിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാസ്റ്റർ താമസിക്കുന്ന സ്ഥലത്ത് മറ്റ് ദേവദാസന്മാര് കടന്നു വരുമ്പോഴും മീറ്റിംഗ്സ് ഒക്കെയും വെക്കുമ്പോഴും എല്ലാ ദേവദാസന്മാരും കടന്നു വരുന്നത് ഞങ്ങളുടെ ഭവനത്തിലേക്കാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ സന്തോഷമായിരുന്നു. ആ സന്ദർഭങ്ങളിൽ എത്രയോ ദേവദാസന്മാര് ഞങ്ങളുടെ ഭവനങ്ങളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വല്ലാത്ത ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിന്റെയും എല്ലാം ഒരു പ്രത്യേക കാലഘട്ടത്തിലായിരുന്നു ഞങ്ങൾ ആ സമയത്ത് കടന്നുപോയിരുന്നതെങ്കിലും ദൈവദാസന്മാരുടെ കടന്നുവരവ് ഞങ്ങളുടെ വീട്ടിൽ അത് വളരെ അനുഗ്രഹമായി. കാരണം അവര് പല ആവശ്യങ്ങൾക്കുമാണ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നതെങ്കിലും എന്റെ മാതാപിതാക്കളും സഹോദരിമാരും ദേവദാസന്മാരെ ആദരിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലും എല്ലാം വളരെ ശുഷ്കാന്തി ഉള്ളവരായിരുന്നു. എന്റെ ചേച്ചിമാർക്ക് ഫുഡ് ഇല്ലെങ്കിലും എന്റെ മാതാപിതാക്കളെയും ചേച്ചിമാരൊക്കെയും കടന്നു വരുന്ന ദേവദാസന്മാര് എന്താണോ എന്റെ ഭവനത്തിലുള്ളത് അതൊക്കെയും അവർക്ക് കൊടുത്ത് വളരെ സന്തോഷത്തോടെ പറഞ്ഞയക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എത്രയോ ദേവദാസന്മാര് ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് പറഞ്ഞത് ദൈവത്തോടുള്ള നന്ദി കൊണ്ടാണ്. കാരണം വചനം പറയുന്നു, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും അവന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ ദൈവം അനീതിയുള്ളവനല്ല. വളരെ വളരെ കഷ്ടങ്ങളിലൂടെയാണ് എന്റെ മാതാപിതാക്കളും സഹോദരിമാരും കടന്നുപോയതെങ്കിലും ആ ദേവദാസന്മാർക്ക് കൊടുത്തതിലുള്ള നന്മ ഇന്ന് അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കി. ഇന്ന് എന്റെ മാതാപിതാക്കൾ ഈ ലോകത്തിലില്ല. അവരവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെയും ഭംഗിയായി തികച്ചതിന് ശേഷം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. 6 പേരിൽ ഞങ്ങൾ 3 പേര് കർത്താവിന്റെ വേലക്കാരാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് എന്റെ രണ്ടാമത്തെ ചേച്ചി പ്രിയ ബഹനാൻ അച്ഛന്റെ വൈഫ് ആയിരുന്നു. ആ ചേച്ചി ചില വർഷങ്ങൾക്ക് മുൻപ് ശാരീരിക പ്രയാസങ്ങളെ തുടർന്ന് തന്റെ വേല തിരിച്ച് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഇന്ന് ഞങ്ങൾ 2 പേര് കർത്താവിന്റെ വേലക്കാരാണ്. ബാക്കി സഹോദരിമാര് പലയിടങ്ങളിലായി കുടുംബമായി കർത്താവിനെ സേവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ വളരെ കഷ്ടപ്പാടിലൂടെയാണ് എന്റെ ചേച്ചിമാരും മാതാപിതാക്കളും കടന്നു വന്നത്. എന്നാല് ഞാൻ ഇളയ പൈതലായത് കാരണം എന്റെ ജീവിതത്തിൽ എന്റെ ചേച്ചിമാർ അനുഭവിച്ച അത്രയും കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും അനുഭവിപ്പാൻ ദൈവം ഇടയാക്കിയില്ല. കാരണം ഞാൻ വളർന്നു വരുമ്പോഴേക്കും എന്റെ ചേച്ചിമാരൊക്കെ നല്ലൊരു സ്ഥാനത്ത് എത്തിയിരുന്നു. മാത്രമല്ല, കർത്താവ് ഇന്ന് അവരെ വളരെ അനുഗ്രഹിച്ചു. എന്റെ ചേച്ചിമാരും അവരുടെ മക്കളൊക്കെയും വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും ആയിരിക്കുന്നു. അവിടെ സ്വന്തമായ ഭവനങ്ങൾ എടുത്തവരുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയാമോ? നാം ഒന്നുമില്ലായ്മയിലും നാം ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചാൽ, ദൈവസേനയിൽ പ്രാർത്ഥിച്ചാൽ, സമർപ്പണ ബോധത്തോടെ ദൈവദാസന്മാരെ ബഹുമാനിച്ച് അവരെ ആദരിച്ച് നമ്മുടെ ജീവിത നാളുകൾ മുന്നോട്ട് നീക്കിയാൽ കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടാത്ത ദൈവമാണെന്ന ജീവിത അനുഭവങ്ങളിലൂടെയാണ് ഞാനും എന്റെ കുടുംബവും കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഇന്ന് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങൾ എല്ലാവരും ആയിത്തീരുവാൻ കർത്താവ് കൃപ നൽകി. എന്റെ പ്രിയ മാതാവും പിതാവും വളരെ കഷ്ടപ്പാടിലൂടെയാണെങ്കിലും ഞങ്ങളെ 6 പേർക്കും നല്ല വിദ്യാഭ്യാസം തരുവാനൊക്കെയും ഇടയായി. അങ്ങനെ അവര് ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചതിന്റെ ഒരു ബലമാണ് ഇന്ന് ഞാനും എന്റെ ചേച്ചിമാരൊക്കെ അനുഭവിക്കുന്നത്. മക്കളായ ഞങ്ങളെ എല്ലാവരെയും കർത്താവ് നല്ല നിലയിൽ അനുഗ്രഹിച്ചു. ഇതാണ് എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഇനി എന്റെ പേഴ്സണൽ ലൈഫിലെ ടെസ്റ്റിമണിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ, എന്റെ ഹസ്ബൻഡ് ഒരു പാസ്റ്ററാണ്, പാസ്റ്റർ മനോജ് പോൾ. അനുഗ്രഹിക്കപ്പെട്ട 2 പെൺകുഞ്ഞുങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നു. മൂത്ത മകൾ പേഴ്സിസ് ജോയൽ, അവളുടെ ഹസ്ബൻഡ് ജോയൽ ഒരു നല്ല പൈതലാണ്. അതുപോലെ അവർക്കൊരു മകനുണ്ട്, 4 വയസ്സാണ്, ഈബൽ. ഞങ്ങളുടെ രണ്ടാമത്തെ മകൾ അബിയ മനോജ്, അവളിന്ന് MSc ഫസ്റ്റ് ഇയർ പഠിക്കുന്നതോടൊപ്പം തന്നെ പവർ വിഷനിൽ പ്രൊഡ്യൂസറായിട്ട് ജോലി ചെയ്യുന്നു. ഇതാണ് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്.
എന്റെ ബാല്യകാലം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, 6 പെൺമക്കളടങ്ങുന്ന കുടുംബത്തിൽ ഏറ്റവും ഇളയ പൈതലായി ജനിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. എന്നാൽ അതുകൊണ്ട് തന്നെ എനിക്ക് 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ എനിക്കൊരു പനി വരുവാനിടയായി. ആ പനിയെ തുടർന്ന് എന്റെ വലത്തെ കാലിന് പോളിയോ എഫക്ട് ചെയ്യുവാനിടയായി. അന്നത്തെ കാലത്ത് ഇഞ്ചക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഇഞ്ചക്ഷനോ മരുന്നുകളോ ഒന്നും തന്നിരുന്നില്ല. എനിക്കും എന്റെ ചേച്ചിമാർക്കും ആർക്കും ആ സമയത്തൊന്നും അങ്ങനെ ചെയ്തിരുന്നില്ല. എന്നാൽ എന്തുകൊണ്ടോ അങ്ങനെ എന്റെ കാലിന് മാത്രം അത് എഫക്ട് ചെയ്യുവാനിടയായി. എന്നാല് ആ ഒരു കാര്യം ഞാൻ വളർന്നു വരുമ്പോൾ എന്റെ ബാല്യകാലം മുതൽ തന്നെ എന്നെ വല്ലാതെ ഭാരപ്പെടുത്തിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇളയ മകളായത് കാരണം വളരെ സ്നേഹത്തോടെയാണ് എന്റെ മാതാപിതാക്കളും സഹോദരിമാരും എന്നെ വളർത്തിയതെങ്കിലും എന്റെ ഹൃദയത്തിൽ ആരും അറിയാത്ത പല വേദനകളും ഭാരങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. കാരണം വളർന്നു വരുന്ന പ്രായത്തിൽ എന്റെ ഫ്രണ്ട്സിനെ പോലെ ഓടാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു എന്റേത്. ഓടും നടക്കും ഒക്കെ ചെയ്യും. കർത്താവ് എനിക്ക് എല്ലാം ബലം തന്നു. എന്നാൽ അല്പമായ ബലഹീനതയുള്ളത് കൊണ്ട് അതെന്റെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തിയിരുന്നു. എങ്കിലും ഞാൻ അങ്ങനെ വളർന്നു വരുവാനിടയായി. അങ്ങനെ യൗവനപ്രായം എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെയും എന്നെ ഈ വിഷയം വല്ലാതെ ഭാരപ്പെടുത്തുവാനിടയായി. കർത്താവെ, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ ഒരു ഭാരം ദൈവം തന്നതെന്ന് പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ എന്റെ മാതാവ് എന്നെ ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. കർത്താവെ, എന്റെ കാലിന് സുഖമില്ലാത്ത കാലുകൾക്ക് ദൈവം സൗഖ്യം തരണമെന്ന് ഓർമ്മ വെച്ച നാൾ മുതൽ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാല് ഇന്ന് വരെയും എന്റെ ജീവിതത്തിൽ ആ പോളിയോയിൽ നിന്ന് എനിക്കൊരു പൂർണ്ണമായ വിടുതല് കിട്ടിയെന്ന് സാക്ഷ്യം പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഒന്ന് പറയുവാൻ കഴിയും, എന്റെ ജീവിതത്തിൽ ദൈവം ഇന്നയോളം വിശ്വസ്തനായിരുന്നു. ദൈവം എന്റെ ജീവിതത്തിൽ നല്ലവനായിരുന്നു. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ടാ ദൈവമേ എനിക്കൊരു സൗഖ്യം ലഭിക്കാത്ത? എത്രയോ ദേവദാസന്മാരുടെ അടുത്തൊക്കെയും പ്രാർത്ഥിക്കാനൊക്കെ വിശ്വാസത്തോടെ കടന്നു പോകും, എന്നിട്ട് സൗഖ്യം ഒന്നും ലഭിച്ചില്ല. എന്നാൽ കാലക്രമേണ എനിക്ക് മനസ്സിലായി, എന്റെ ദൈവം ഈ ബലഹീനതയിലും എനിക്ക് കൃപ നൽകി നടത്തുവാൻ എന്നെ ശക്തിയുള്ള ദൈവമാണെന്ന് കർത്താവ് പിന്നീടുള്ള കാലഘട്ടത്തിലൊക്കെയും എന്നെ പഠിപ്പിക്കുവാനിടയായി. അങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു ഭാരമുണ്ടെങ്കിലും എന്റെ യൗവന പ്രായത്തില് യേശു കർത്താവിനോട് ഏറ്റവും അടുത്ത് ജീവിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. കർത്താവിനെ എന്റെ ജീവിതത്തിന്റെ ഉറ്റ സഖിയായി കണ്ടുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഏതിനേക്കാളേറെ യേശു കർത്താവിനെ അധികമായി സ്നേഹിച്ച് ജീവിപ്പാൻ കർത്താവ് കൃപ നൽകി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് അറിയായിരുന്നു ഞാൻ കർത്താവിന്റെ വേലയ്ക്കുള്ള ഒരു പൈതലാണെന്ന്. അതുപോലെ തന്നെ അനേക ദേവദാസന്മാരിലൂടെ ദൈവാലോചന ലഭിച്ചിട്ടുണ്ട്, നീ കർത്താവിന്റെ വേലയ്ക്കുള്ള കുട്ടിയാണെന്ന്. അങ്ങനെ ഞാൻ എന്റെ എന്താ പറയാ യൗവന പ്രായത്തിലൊക്കെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെയും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. നിരാശകളും സങ്കടങ്ങളൊക്കെയും എന്റെ ജീവിതത്തിലുണ്ടെങ്കിലും യേശു കർത്താവിന്റെ കൃപയാൽ അതൊന്നും എന്നെ കീഴ്പ്പെടുത്തുവാൻ ഇടയായില്ല. വചനം പറയുന്നു, യഹോവയിലെ സന്തോഷം എന്റെ ബലം. ഒരു ഭാഗത്ത് എന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും മറുഭാഗത്ത് എല്ലാവരുടെയും മുന്നിൽ വളരെ ആക്റ്റീവായിരുന്നു ഞാൻ. എന്റെ ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളെല്ലാം മറച്ചു വെച്ച് മറ്റുള്ളവരെ വളരെ ദൈവത്തിൽ ഉറപ്പിക്കുവാനും ആശ്വസിപ്പിക്കാനും ഒക്കെയുമുള്ള ഒരു നല്ല ഹൃദയം ദൈവം എനിക്ക് നൽകി തന്നിരുന്നു. എന്റെ യൂത്ത് ഡേയ്സില് എന്റെ ചർച്ചില് സൺഡേ സ്കൂൾ ടീച്ചറായും യൂത്ത് മീറ്റിങ്ങിനൊക്കെയും നല്ല ആക്റ്റീവായി പങ്കെടുക്കാനൊക്കെയും ദൈവം കൃപ നൽകി. എന്നാൽ അപ്പോഴൊക്കെയും എന്റെ മനസ്സിൽ വേദനകൾ തന്നെയായിരുന്നു. എന്നാൽ മറ്റാരും അത് അറിയത്തില്ല. എന്താ, അവരുടെ മുന്നിൽ ഞാൻ ഒന്നും കാണിക്കാറൊന്നുമില്ല. അങ്ങനെ എന്റെ ജീവിതം കടന്നുപോയി. നന്നായി പഠിച്ചു, വിദ്യാഭ്യാസമൊക്കെയും വിജയകരമായി പൂർത്തീകരിപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. ഏകദേശം ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, എനിക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം എന്നൊക്കെയും ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് അതിനുള്ള സാഹചര്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പിന്നെ എന്റെ മാതാപിതാക്കൾ എന്നെ കുറിച്ച് ആഗ്രഹിച്ചത് എനിക്ക് നല്ലൊരു ഗവൺമെന്റ് ജോലിയൊക്കെയും ലഭിക്കണം. അങ്ങനെ ഞാൻ നന്നായി ജീവിക്കണമെന്ന് എന്നോടുള്ള സ്നേഹം മൂലം അവർ വളരെ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ എനിക്കും കർത്താവിന്റെ വേലയിൽ താല്പര്യമാണെങ്കിലും ഒരിക്കലും യേശു കർത്താവിന്റെ വേലയിലുള്ള കഷ്ടം അനുഭവിക്കാനോ അങ്ങനെയുള്ള ഒരു
ജീവിതത്തിലൂടെ കടന്നു പോകാനോ ഒന്നുമുള്ള ഒരു സമർപ്പണം, അതായത് ഭയങ്കര ഭയമായിരുന്നു. കാരണം എന്റെ നേരെ മൂത്ത ചേച്ചി, എന്റെ 5ാമത്തെ ചേച്ചി, അവളുടെ ഹസ്ബൻഡ് ഏജിയിൽ ഒരു പാസ്റ്ററാണ്. അവരുടെ ജീവിതത്തിലുള്ള ഒത്തിരി അനുഭവങ്ങൾ, ഇല്ലായ്മകളും അവരനുഭവിച്ച കഷ്ടങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് ഞാൻ ചിന്തിക്കും, ഞാൻ ഇങ്ങനെ കർത്താവിന്റെ ഇങ്ങനെയുള്ള ഒരു വേല ചെയ്യാതെ ജോലിയോട് ചേർന്ന് കർത്താവിന്റെ വേല ചെയ്യും, അനേക ദേവദാസന്മാരെ സഹായിക്കും, അനേകർക്ക് ആശ്വാസമായി തീരും. അങ്ങനെ ഒരു ചിന്തയായിരുന്നു എന്റേത്. എനിക്ക് നന്നായി ജീവിക്കണം എന്നൊക്കെയും ചിന്തിച്ചു പോന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാല് ഡിഗ്രി കഴിഞ്ഞ് ഞാനിങ്ങനെ കർത്താവെ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ എന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഭാരമാ. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ കർത്താവിന്റെ വേല ചെയ്യേണ്ട പൈതലാണെന്ന്. എന്നാൽ എന്റെ ജഡം വാദിച്ചുകൊണ്ടിരിക്കുന്നു ലോകപ്രകാരമുള്ള ജോലി. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന ഫ്രീ ടൈമൊക്കെയും യേശു കർത്താവിനോട് അധികം പറ്റിയിരിക്കാനും വചനം വായിപ്പാനും പ്രാർത്ഥിക്കാനും ഒക്കെയും ദൈവം എനിക്ക് കൃപ നൽകി. അപ്പോഴൊക്കെ ഞാൻ ഒരു ഫ്രണ്ടിനെ പോലെ യേശു കർത്താവിനോട് സംസാരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 6 പെൺമക്കളാണ്, എനിക്കൊരു സഹോദരനില്ല. അപ്പം ഞാൻ 5ാം ക്ലാസ്സിൽ ഒരു ക്യാമ്പിന് പോയപ്പോൾ അവിടെ ഒരു ദേവദാസൻ ഇപ്രകാരം ഇപ്രകാരം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു: യേശു കർത്താവ് ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണെന്ന്. ആ 10 വയസ്സ് മുതൽ ഇതെന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, യേശു കർത്താവ് എന്റെ ജ്യേഷ്ഠ സഹോദരനാണെന്ന്. അപ്പോൾ അന്ന് മുതലേ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ അങ്ങ് എന്റെ നല്ല സഹോദരനാണല്ലോ എന്ന്. എന്നാൽ ഞാൻ വളർന്നു വന്ന് യുഡേസിലെത്തിയപ്പം ജീവിതത്തിൽ വളരെ ഏകാന്തതകളൊക്കെയും നേരിട്ട ആ സന്ദർഭങ്ങളിലൊക്കെയും ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, കർത്താവെ അങ്ങ് എന്റെ നല്ല സഹോദരനാ, അങ്ങ് എന്റെ നല്ല സ്നേഹിതനാ കർത്താവെ, എന്റെ ജീവിതത്തിൽ എന്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നിവർത്തിച്ചു തരണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല ഞാൻ ദൈവത്തോട് പറയും, കർത്താവെ ഇന്ന് ഞാൻ ഒരു ജോലിക്ക് വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്യാണ്. ഞാൻ BA കഴിഞ്ഞപ്പം ചിന്തിച്ചു BEdന് പോകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ PG കോഴ്സിന് കടന്നു പോകാം. ഇതൊക്കെയും ചിന്തിച്ച് ആ കോഴ്സ് ഫീ ഒക്കെയും അടയ്ക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയും ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവെ ഞാൻ ലോകപ്രകാരം ഒരു ജോലി ചെയ്താലും കർത്താവിന്റെ വ്യക്തമായ വിളി കേൾക്കുമ്പോൾ പത്രോസ് പടകും വലയെല്ലാം വിട്ട് അങ്ങേ അനുഗമിച്ചതുപോലെ ഞാൻ അനുഗമിക്കാൻ കർത്താവെ, എന്നെ ശിക്ഷിക്കരുത് എന്നൊക്കെ എനിക്ക് പണ്ട് മുതലേ നല്ല ദൈവഭയമായിരുന്നു. അങ്ങനെ ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. മാത്രമല്ല എന്റെ യൗവന പ്രായത്തില് ഒരു ഫാമിലി ലൈഫിനെ പറ്റിയൊന്നും ഒത്തിരി ഞാൻ ചിന്തിച്ചിരുന്നില്ല. കാരണം ചിന്തിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ആഴമേറിയ ഒരു ചിന്തകളൊന്നും ഞാൻ അതിനൊന്നും സ്ഥാനം കൊടുത്തില്ല. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാൻ എങ്ങനെയാ ഒരു ഫാമിലി ലൈഫിലേക്ക് കടക്കുക? കാരണം എനിക്ക് ജോലി ചെയ്യാനൊന്നും അറിയില്ല. എന്റെ അമ്മയും ചേച്ചിമാരൊക്കെ എന്നെ വളരെ സ്നേഹത്തോടെ കരുതലോടെയാണ് വളർത്തിയത്. അതുകൊണ്ട് വീട്ടു ജോലിയൊന്നും അറിയില്ല. മറ്റുള്ളവരെ പോലെ സ്മാർട്ടായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്കൊരു ഫാമിലി ലൈഫോ അല്ല ഒരു ചേർച്ച് മാനേജ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റത്തില്ലെന്ന് ഞാൻ എന്റെ പരിമിതിക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിന്ന് ചിന്തിച്ച ഒരു വ്യക്തിയായിരുന്നു. മാത്രല്ല എന്റെ കാലിന് അല്പം കാലിന്റെ പ്രയാസം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എനിക്ക് ദൈവം നല്ല ബുദ്ധിയൊക്കെ തന്നതുകൊണ്ട് ഞാൻ ഒത്തിരി ചിന്തിക്കുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചപ്പം എനിക്കിങ്ങനെ ഞാൻ തന്നെ എന്നെ വിലയിരുത്തി, എനിക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനോ അവരെ വളർത്തുവാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് ഞാനൊരു ഫാമിലി ലൈഫ് ഒന്നും ആഗ്രഹിക്കുന്നില്ല കർത്താവെ. ഞാൻ എങ്ങനെയെങ്കിലും കർത്താവിന്റെ വേല ചെയ്തോളാം. ഞാന് നോർത്ത് ഇന്ത്യയിൽ പോയി PG വർഗീസ് എന്ന് പറഞ്ഞ ദേവദാസിന്റെ അവിടെയുള്ള ഒരു ഓർഫനേജിൽ പോയി. എനിക്ക് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടം. ആ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്യാം എന്നൊക്കെയും തീരുമാനിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ നേരെ മൂത്ത ചേച്ചി, 5ാമത്തെ ചേച്ചി, ഓമനേച്ചി എന്നാണ് ഞാൻ അവളെ വിളിക്കുക. അവളെ പേര് ഷീല മനോജ് എന്നാണ്. അപ്പൊ എന്റെ ചേച്ചിയാണെങ്കിലും ഞങ്ങൾ വളരെ ഫ്രണ്ട്സ് ആയിരുന്നു. അന്നും ഇന്നും ഞങ്ങൾ വളരെ ഫ്രണ്ട്ഷിപ്പാ. എല്ലാ കാര്യങ്ങളും ഞാൻ ചേച്ചിയായിട്ട് ഷെയർ ചെയ്യായിരുന്നു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഇതിനു മുന്നേ ഞാൻ സൂചിപ്പിച്ചല്ലോ എന്റെ കാലിന് 1.5 വയസ്സുള്ളപ്പോൾ പോളിയോ എഫക്ട് ചെയ്യുവാനിടയായെന്ന്. അതിനെ തുടർന്ന് എന്റെ വലത്തെ കാലിന് അല്പമായ നീളക്കുറവ്, ഏകദേശം ഇടത്തെ കാലിനേക്കാളും ഒരു 1.5 ഇഞ്ച് നീളക്കുറവ് വന്നു. അല്പമായ ഒരു ബലക്ഷയം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ എന്റെ പ്രിയ ദൈവമക്കളെ, ആ ഒരു ഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോയെങ്കിലും അതൊന്നും ഒത്തിരി എന്റെ കാലിനെ ബാധിക്കാനിടയായില്ല. കാരണം യേശു കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്
കർത്താവിന്റെ തെരഞ്ഞെടുപ്പിലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നെങ്കിലും ഈ പോളിയോയുടെ ഇഫക്റ്റ് എന്നെ ഒരുപാട് ബാധിച്ച് ഞാൻ വലഞ്ഞു പോകാനൊന്നും ദൈവം എന്നെ ഇടയാക്കിയില്ല. വചനം പറയുന്നു, യഹോവേ നിനക്ക് സകലവും കഴിയുമെന്നും എന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. എന്റെ ദൈവത്തിന് എന്നെ വിടുവിപ്പാൻ കഴിയുമെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എനിക്ക് പറയാൻ പറ്റും, ദാനിയേലിനെ പോലെ കർത്താവ് എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ ദൈവത്തെ തന്നെ സ്നേഹിക്കും, എന്റെ ദൈവത്തെ തന്നെ സേവിക്കും, അന്ത്യം വരെയും എന്റെ ജീവിതത്തിൽ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി സേവ ചെയ്യുമെന്ന് എനിക്കെന്നും പറയുവാൻ കഴിയും. കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് അല്പമായ ബലഹീനത ഉണ്ടെങ്കിലും കർത്താവ് ഇന്ന് വരെയും വിശ്വസ്തനായിരുന്നു. കർത്താവ് എന്റെ ജീവിതത്തിൽ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ എന്റെ എല്ലാ വിഷയങ്ങളും എന്റെ ചേച്ചിയുമായിട്ട് ഷെയർ ചെയ്യായിരുന്നു. അപ്പം ചേച്ചി പറഞ്ഞു, എന്നെ ഓർത്ത ദൈവം ഷീന നിന്നെ ഓർക്കെന്ന് പറഞ്ഞ് നിന്നെ ഓർക്കും, നീ പ്രാർത്ഥിക്കണം, ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് നല്ല അഡ്വൈസ് ഒക്കെ എനിക്ക് തരാൻ ഇടയായി. അങ്ങനെ ചേച്ചിയുടെ ഉപദേശപ്രകാരം ഞാൻ ഏകദേശം ഒരു 3 മാസം മാത്രമേ എനിക്കൊരു ഫാമിലി ലൈഫ് വേണമെന്ന് പറഞ്ഞ് യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ആ പ്രാർത്ഥനയിൽ ഞാൻ ഇപ്രകാരം കർത്താവിനോട് പറയാനിടയായി, കർത്താവെ എന്റെ കാലിന് ഇങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാം തുറന്ന് എന്റെ ദൈവത്തോട് പറയായിരുന്നു. പക്ഷെ എനിക്ക് കർത്താവ് ഒരു ലൈഫ് പാർട്ട്ണറെ തരികയാണെങ്കിൽ ഒരു ആ വ്യക്തിക്ക് ഒരു പ്രയാസം ഉണ്ടാകരുത് കർത്താവെ, അത് ആരോഗ്യമുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഞാൻ ഒരിക്കലും ഒരു അഹങ്കാരം കൊണ്ടല്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. കാരണം എനിക്കൊരു വീക്ക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ എന്നെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന, എന്നെ താങ്ങുന്ന ഒരു വ്യക്തി ആയിരിക്കണം കർത്താവെ എനിക്ക് ദൈവം നൽകേണ്ടത്. പിന്നെ എനിക്കൊരു ദൈവവേലക്കാരനെ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസനെ നൽകണം. അങ്ങനെ ഞങ്ങൾക്ക് അനേക ഇടങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് ഒരു നല്ല ഫ്രണ്ടിനെ പോലെ എന്റെ എല്ലാ കാര്യങ്ങളും യേശുപ്പച്ചനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പറയട്ടെ എന്റെ പ്രിയ ദൈവമക്കളെ, ഞാൻ പറഞ്ഞ പോലെ ബി.എഡിനോ കമ്പ്യൂട്ടറിനോ ഒന്നും ഫീസ് അടക്കുന്നതിന് മുൻപേ തന്നെ കർത്താവ് എന്റെ വിവാഹ കാര്യങ്ങൾ ക്രമീകരിപ്പാൻ ഇടയായി. പാലക്കാട് നിന്ന് പ്രിയ പാസ്റ്റർ മനോജ് കണ്ണൂരിൽ ഒരു മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാനിടയായി. അവിടെ വെച്ച് എന്നെ കാണുവാനും പിന്നീട് അവര് ഫാമിലിയായി വന്ന് വിവാഹാലോചനയുമായി എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാനും 1998 ഫെബ്രുവരി 10-ാം തീയതി ഞങ്ങളുടെ വിവാഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെ അനുഗ്രഹമായി നടക്കുവാനും ഇടയായി. അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ പൂർണ്ണസമയം കർത്താവിന്റെ വേലയിൽ വിവിധ ഇടങ്ങളിൽ കേരളത്തിനകത്തും പുറത്തും ചർച്ച് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലും മറ്റു ശുശ്രൂഷകളുമായും അനേക ഇടങ്ങളിൽ കടന്നു പോകുവാനും ദൈവത്തിന് വേണ്ടി ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് വിശ്വസ്തയോടെ നിൽപ്പാനും കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെയും എന്റെ ജീവിതത്തിൽ വലിയ പദവിയായി, വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. കാരണം എനിക്ക് പ്രശംസിക്കുവാനോ പുകഴുവാനോ കർത്താവിന്റെ വേല ചെയ്യുവാനോ ഒന്നും യോഗ്യതയില്ലെങ്കിലും ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു. കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനവും നികൃഷ്ടമായതും തെരഞ്ഞെടുത്തു, ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ കുലഹീനവും നികൃഷ്ടമായതും തെരഞ്ഞെടുത്തു എന്ന് വായിക്കുന്നത് പോലെ യേശു കർത്താവിന്റെ വേലയിൽ എന്നെ തെരഞ്ഞെടുത്തതോർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുഞ്ഞു പ്രായം മുതലേ ബൈബിൾ കോളേജിൽ പഠിക്കണമെന്നും വളരെ ആഗ്രഹമായിരുന്നു. എന്നാൽ ആ സമയത്തൊന്നും അതിന് സാധിച്ചില്ല. എന്നാൽ കഴിഞ്ഞ 2 വർഷം മുൻപേ എനിക്ക് MDiv പഠിക്കുവാനും നല്ല ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകുവാനും കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. കാരണം വചനം പറയുന്നു, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അന്നു മുതലുള്ള ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി. എനിക്ക് പറയാൻ പറ്റും, യേശു കർത്താവ് എന്റെ ജീവിതത്തില്, ഞാൻ ഒരു നല്ല ഫ്രണ്ടിനെ പോലെ കർത്താവിനോട് സംസാരിക്കുന്നു പറഞ്ഞല്ലോ, പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് എല്ലാം ദൈവം മറുപടി തന്നെന്ന് എനിക്ക് പറയുവാൻ കഴിയില്ലെങ്കിലും ഭൂരിഭാഗം വിഷയങ്ങൾക്കും ദൈവം എനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. എന്നാൽ തരാത്ത വിഷയങ്ങളെ പറ്റി എനിക്ക് ഒരു പരാതിയുമില്ല. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം, എന്റെ ദൈവം നന്മയൊന്നും മുടക്കാത്ത ദൈവമാണ്, നന്മ മാത്രം ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ അധികമായി സ്നേഹിപ്പാൻ, എന്നും സ്നേഹിപ്പാൻ കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ, ശുശ്രൂഷ മുഖത്ത് കർത്താവ് ഒത്തിരി അനുഭവങ്ങൾ, അത്ഭുതങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഭക്ഷണമില്ലാത്ത സമയങ്ങളിലും ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞാല് ആഗ്രഹിച്ച ഫുഡ് ചിലപ്പം ഞങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ
ഞങ്ങൾക്ക് പല വ്യക്തികളിലൂടെ ഞങ്ങൾ ആഗ്രഹിച്ച ഫുഡ് എത്തിക്കുന്ന അനുഭവമൊക്കെയും ദൈവം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവവേല ചെയ്യുവാൻ ഇഷ്ടമാണെങ്കിലും എനിക്ക് കഷ്ടപ്പെടുവാനുള്ള മനസ്സൊക്കെ ഉണ്ട്. എന്നാൽ എനിക്ക് അതിന് കഴിയുമോ എന്നുള്ള പേടി കൊണ്ട് ഒരു യഥാർത്ഥ സമർപ്പണം ഉണ്ടായിരുന്നില്ല. എന്നാൽ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ, യഹോവേ നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു എന്ന് വായിക്കുന്ന പോലെ, ദൈവം തന്റെ കൃത്യസമയത്ത് എന്നെ ഒരു യഥാർത്ഥ സമർപ്പണത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി. പ്രിയ കർത്താവിന്റെ ദാസനുമായുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഞാനും എന്റെ പിതാവും മൊത്തം ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ച് കടന്നു പോവുകയായിരുന്നു. കാരണം എനിക്കറിയാം, ഇനി എന്റെ ജീവിതത്തില് മുന്നോട്ട് കർത്താവ് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും കർത്താവ് മതി എന്റെ ജീവിതത്തിൽ അന്ത്യം വരെ. എന്നാൽ മാനുഷികമായി ചിന്തിച്ച് ഞാൻ വളരെ ഭയത്തോടെ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ദൈവവചനത്തിലൂടെ ദൈവം എന്നോട് ഇപ്രകാരം സംസാരിച്ചു: കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ വിശന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവയ്ക്ക് തീ എത്തിച്ചു കൊടുക്കുന്നതാ. പ്രിയ ദൈവമക്കളെ, ആ വചനം ഇന്ന് വരെയും എന്റെ ജീവിതത്തിൽ ആ വചനത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ ഇടയായി. കാരണം ഇന്ന് വരെയും കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഒരു പട്ടിണി കിടക്കുവാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ആഗ്രഹിച്ച ഫുഡ് ചിലപ്പോൾ ലഭിക്കാതെ ഇരുന്നിട്ടുണ്ട്, എന്നാൽ പട്ടിണിയായി ഒരു നേരം പോലും കിടക്കുവാൻ ദൈവം ഇടയാക്കിയില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇന്നും ഓരോ വാഗ്ദത്തങ്ങളും നൽകി ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. അതുപോലെ ഞങ്ങൾ ആദ്യമായി ശുശ്രൂഷ എടുത്ത സ്ഥലത്ത് ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലെ പ്രിയ അമ്മാമ ഞങ്ങളോട് ഇപ്രകാരം പറയുവാൻ ഇടയായി. ലീലമ്മാമ എന്നാണ് പേര്. പാസ്റ്ററെ, ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഞ്ഞി കുടിക്കും, അത്ര മാത്രമേ ഇവിടുത്തെ വേലയെ പറ്റി പറയുവാനുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ ആദ്യകാലങ്ങളിലൊക്കെ കടന്നുപോയത്. എന്നാൽ അവിടെയൊക്കെയും ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് വിശ്വസ്തയോടെ നിൽക്കാനും ഇന്ന് വരെയും ദൈവവേലയിൽ നിൽക്കാനൊക്കെയും ദൈവം ബലവും കൃപയെല്ലാം നൽകി തന്നു. അതുപോലെ ഞങ്ങൾക്ക് തന്ന 2 മക്കളെയും യേശു കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കുവാൻ കർത്താവ് കൃപ നൽകി. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത്, ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ നടുവില് ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ ഇടയായി, എന്റെ കുഞ്ഞുങ്ങളെ വേഗം അവര് നല്ല പഠനത്തിലൊക്കെ നല്ല സ്മാർട്ടായ മക്കളാണ്, അവരെ വേഗം പഠിപ്പിച്ച് TTC ഒക്കെ ചെയ്ത് അവരെ ടീച്ചറാക്കിയാല് ഞങ്ങൾക്ക് വേഗം പൈസ കിട്ടുമല്ലോ, അങ്ങനെയുള്ള ഒരു ചിന്ത, അത്രമാത്രം ഒരു സമർപ്പണേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും വേഗം ജോലിയിലാക്കണം എന്നൊക്കെയും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്ത മകളെ ഏകദേശം ഒരു 4ലോ 5ലോ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഇടയായി: നീ നിന്റെ മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കണമെന്ന്. അപ്പം എനിക്ക് അന്ന് ആരും പറഞ്ഞു തന്നൊന്നുമല്ല, ഇങ്ങനെ ചിന്ത വരുക. കാരണം എന്റെ അച്ഛന്റെ അനിയൻ ആർമിയിലാണ്. അപ്പൊ ഞാൻ കാണാറുണ്ട്, എന്റെ അമ്മാമ്മയ്ക്ക് എപ്പോഴും പെൻഷനൊക്കെ അമ്മാമ്മയ്ക്ക് ലഭിക്കുന്നതൊക്കെയും കാണാറുണ്ട്. അപ്പം എന്റെ ചിന്ത ഇങ്ങനെ വന്നു, എന്റെ മക്കളെ 2 പേരെയും കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്താൽ അവർ സ്വർഗീയ ഗവൺമെന്റിലെ അംഗമായി തീരും. പിന്നെ അവരെ ഉത്തരവാദിത്വവും ഞങ്ങളുടെ ഉത്തരവാദിത്വം എല്ലാം എന്റെ യേശു കർത്താവിനാണ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടേണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്ത പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ തരുവാനിടയായി. അങ്ങനെ അവർ കുഞ്ഞുമക്കളായിരിക്കുമ്പോൾ തന്നെ, കർത്താവെ എന്റെ 2 മക്കളെയും ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് യേശു കർത്താവിനോട് പ്രാർത്ഥിപ്പാൻ ഇടയായി. അങ്ങനെ 2 മക്കളും കുഞ്ഞുപ്രായം മുതലേ ദൈവഭക്തിയിലും എല്ലാം വളർന്നു വന്നു. അവര് 10th ഒക്കെയും നല്ല ഹൈമാർക്കോടെയാണ് പാസ്സായതെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് പോകണം എന്ന ആ ദൃഢനിശ്ചയത്തോടെ തന്നെ ആർട്സ് എടുത്ത് പഠിപ്പാൻ ഇടയായി. അങ്ങനെ മൂത്ത മകള് ഡിഗ്രി കഴിഞ്ഞു, അവളുടെ വിവാഹം കഴിഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന പ്രിയ മകൻ ജോയൽ, അവൻ ഒരു സൗണ്ട് എഞ്ചിനീയറായി പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ വ്യക്തമായ ദൈവിക വിളി ലഭിച്ചതിന് ശേഷം ജോലി റിസൈൻ ചെയ്ത് പൂർണ്ണസമയം കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കുവാനും ഇടയായി. അവരിന്ന് കുടുംബമായി കുമ്പനാടായിരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞുമകനുണ്ട്, 4 വയസ്സുള്ള മകനുണ്ട്, ഹീബൽ. പ്രിയ മകൻ ജോയലിന് കർത്താവിന്റെ വേലയ്ക്ക് ആഫ്രിക്കയിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അത് ദൈവത്തിന്റെ ഒരു നിയോഗമാണ്. ആ വിഷയം വെച്ച് അവര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2ാമത്തെ മകളും കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചു. അവള് പവർ വിഷനിൽ പ്രൊഡ്യൂസറായി, അബിയ മനോജ് പ്രൊഡ്യൂസറായി വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ MSc സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവര് കുഞ്ഞുപ്രായം മുതലേ അവരും ഞങ്ങളെ പോലെ തന്നെ വിശ്വാസ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളൊക്കെയും കണ്ട് വളർന്ന മക്കളാണ്. ദൈവത്തിൽ നിന്ന് ഒത്തിരി അനുഭവങ്ങളൊക്കെയും അവരും പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് വരെയും ദൈവം ഞങ്ങളെ നടത്തി. മാത്രമല്ല ശുശ്രൂഷ പരമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യകാലത്തൊക്കെയും താമസിച്ചിരുന്ന പാഴ്സനേജുകളൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു. കരണ്ടും വെള്ളമൊന്നും ഇല്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ട ഒത്തിരി അനുഭവങ്ങളുണ്ട്. അപ്പം ആ സമയത്തൊക്കെ എൻ്റെ മക്കള് കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാലിന് അല്പമായ ഒരു പ്രയാസമുണ്ടെന്ന്. ആ സമയത്ത് വെള്ളം കോരുവാനും തുണി അലക്കുവാനൊക്കെയും ദൈവം എനിക്ക് ആരോഗ്യം ബലവും ഒക്കെ തന്ന് അന്നൊക്കെ ദൈവം കൃപ തന്ന് എന്നെ വഴി നടത്തി. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് കറണ്ടും ലൈറ്റും ഒക്കെ വന്ന് അങ്ങനെയുള്ള ഒരു പാഴ്സനേജ് സെറ്റപ്പ് ആയിരുന്നു. അപ്പൊ എല്ലാം മെഷീനാ ചെയ്തുകൊണ്ടിരുന്നത്. മിക്സി, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലൂടെയുള്ള ജീവിതമായിരുന്നു. അപ്പം പിന്നീടുള്ള കാലഘട്ടത്തില് എനിക്ക് എപ്പോഴും ഒരു ഭയമാ. ട്രാൻസ്ഫർ വരുമ്പോ എനിക്ക് പേടിയാവും. കർത്താവെ, ഇനി എങ്ങനെയുള്ള പാഴ്സനേജിലേക്കാ കടന്നു പോകുന്നേ? ലൈറ്റും വെള്ളവും ഒന്നും ഉണ്ടാവില്ലേ? ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് തുണി കഴുകാനൊക്കെ വിഷമാണല്ലോ. കാരണം വർഷങ്ങൾ കടന്നു പോകുന്നതിന് ഏജ് ഇങ്ങനെ കൂടുമ്പോഴും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയത് കൊണ്ടും കഷ്ടപ്പെടുവാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, എന്റെ ശാരീരിക അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ ഞാൻ യേശുക്കർത്താവിനോടെല്ലാം തുറന്നു പറയായിരുന്നു, കർത്താവെ എന്നോട് കരുണ കാണിക്കണം. അങ്ങനെയുള്ള ഒരു പാഴ്സനേജ് വേറെ ഒന്നും ഞാൻ ദൈവത്തോട് ചോദിക്കാറില്ല. കർത്താവെ, എനിക്ക് ജോലി എടുക്കാൻ നല്ലൊരു പാഴ്സനേജ് നൽകണേന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. മാത്രമല്ല പാസ്റ്റർ പലപ്പോഴും സ്ഥലത്തുണ്ടാവില്ല. ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളാ. അപ്പം ബാത്റൂമിൽ വെളിയിലോട്ട് രാത്രിയൊക്കെ പോകാൻ ബുദ്ധിമുട്ടാ. കർത്താവെ, ബാത്റൂം ഒക്കെ ഉള്ളിൽ വേണേ. ആ വിഷയം ഒരു പിതാവിനോട് പറയുന്ന പോലെ, സഹോദരനോട് പറയുന്ന പോലെ എന്തൊക്കെ എനിക്ക് വേണോ അതൊക്കെ ദൈവത്തോട് ഞാൻ പറയാറുണ്ട്. ഞാൻ പറയട്ടെ എൻ്റെ പ്രിയ ദൈവമക്കളെ, ദൈവം എൻ്റെ ആ പ്രാർത്ഥനയൊക്കെ കേട്ടു. പിന്നീടുള്ള എൻ്റെ ലൈഫിൽ ഇന്ന് വരെ അങ്ങനെ ഒരു പാഴ്സനേജിലോട്ടോ ഇനി വാടക വീടാണെങ്കിലും അങ്ങനെയുള്ള ഒരു ഭവനത്തിലോട്ടോ പാർക്കുവാൻ ദൈവം അനുവദിച്ചില്ല. എനിക്ക് എങ്ങനെ ജോലി ചെയ്യാൻ പറ്റുമോ, ഞാൻ എങ്ങനെ ആഗ്രഹിച്ചോ അങ്ങനെ ഒരു ഭവനം മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ. ഞാനിത് പറയുന്നത് സുവിശേഷ വേലക്കാരി ഇങ്ങനെ നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കണം അതല്ല. കാരണം എൻ്റെ അവസ്ഥയാണ്, എൻ്റെ ശാരീരിക അവസ്ഥ അങ്ങനെയാ. എനിക്ക് വെള്ളം കോരാനൊക്കെ ഇന്നും ബുദ്ധിമുട്ടാ. കാരണം ഏജ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്ന ആ സെറ്റപ്പിലൊക്കെ ഇന്ന് ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ടാ ഞാൻ ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിച്ച്. അപ്പൊ എനിക്ക് പറയാൻ പറ്റും, കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവിശ്വസ്തത ദൈവത്തോട് കാണിച്ചാലും വചനം പറയുന്നു, അവന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഇന്ന് വരെയും കർത്താവ് വിശ്വസ്തനായി നിലകൊണ്ടു. അതുപോലെ എൻ്റെ ജീവിതത്തില് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാലിന് അല്പം ബലക്കുറവുണ്ടായെന്ന്. അപ്പം ഇടത്തെ കാലിനേക്കാളും വലത്തെ കാൽ ഇത്തിരി മെലിഞ്ഞിട്ടായിരുന്നു. അപ്പൊ എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് ആ ബുദ്ധിയില് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അമ്മ ഫുഡ് തന്നാല് ഞാൻ ഈ ഫുഡൊക്കെയും ഇടത്തെ ഭാഗത്ത് കൊണ്ടുവന്ന് എങ്ങനെയൊക്കെ ഇറക്കും. അപ്പൊ ഞാൻ ചിന്തിക്കും, ഈ ഫുഡൊക്കെ വലത്ത് ഭാഗത്ത് കൊണ്ടുവന്ന് ഇറക്കും. വലത്തു ഭാഗത്തിലൂടെ കാലിലോട്ട് പോയ കാല് തടി വെക്കും. അങ്ങനെയുള്ള ചിന്തകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അതെന്നെ ഭാരപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ദൈവം ഒരു ബലഹീനത തന്നെങ്കിലും ഒരിക്കലും ഞാൻ അതിൽ നിരാശപ്പെട്ടു പോവാനോ തകർന്നു പോകാനോ ഒന്നും ദൈവം ഇടയാക്കിയില്ല. ഇന്ന് വരെയും ദൈവം നടത്തി ശുശ്രൂഷയിൽ വളർത്തി കൊണ്ടുവന്നു. ദൈവം എനിക്ക് നല്ലവനായിരുന്നു, ദൈവം വിശ്വസ്തനായിരുന്നു. എനിക്ക് എല്ലാം ദൈവം ജീവിതത്തിൽ വേണ്ടതൊക്കെ നൽകി തന്നു. ദാവീദ് പറയുന്നത് പോലെ, ബാല്യം മുതൽ എന്റെ ആശ്രയമായ ദൈവം, ഗർഭം മുതൽ എന്നെ താങ്ങിയ ദൈവം എന്ന് പറയുന്നത് പോലെ യേശു കർത്താവ് ലോകസ്ഥാപനം മുൻപ് എന്നെ കണ്ടു, ക്രിസ്തുവിൽ എന്നെ തെരഞ്ഞെടുത്തു, വിശ്വസ എന്ന് എണ്ണി കർത്താവ് എന്നെ ശുശ്രൂഷയ്ക്കാക്കി. ഇനിയും എനിക്ക് ദൈവം തരുന്ന ആരോഗ്യവും ആയുസ്സും എല്ലാം യേശു കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എന്നെ വളരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു നല്ല ദേവദാസനെയാണ് കർത്താവ് എനിക്ക് നൽകി തന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ജോലി എടുക്കാൻ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവിന്റെ ദാസൻ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നാലും സഹോദരിമാരെന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട അനേക ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ, അതെല്ലാം ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഫലം നൽകി. മക്കളാണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു. അതിലുപരിയായിട്ട് എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചു. ദൈവം എല്ലാ കാര്യങ്ങളിലും എനിക്ക് കൂട്ടുനിന്നു. എൻ്റെ നല്ല ജീവിത സഖിയായി ഇന്ന് വരെയും നടത്തി.
വചനത്തിൽ വായിക്കുന്ന പോലെ ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുമെന്നുള്ള ദൈവവചനത്തിൽ ഇനിയും അധികമായി ആശ്രയിച്ച് ദൈവം തരുന്ന ജീവിതത്തിന്റെ നാളുകൾ, എന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെയും കർത്താവിന്റെ വേലയിൽ വിശ്വസ്തയായി നിലകൊള്ളുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതൊന്നും ലഭിച്ചെന്ന് വരില്ല. കാരണം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ എനിക്ക് സൗന്ദര്യം കുറവാ, എനിക്ക് വിദ്യാഭ്യാസം കുറവാ, അല്ല എന്റെ കുടുംബത്തില് സാമ്പത്തികം വളരെ കുറവാ, എനിക്ക് സുവിശേഷ വേല ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിലും കർത്താവെ എനിക്ക് അതിനൊന്നും കഴിവില്ലെന്നൊക്കെയും ചിന്തിച്ച് ഭാരപ്പെടുന്ന എത്രയോ സഹോദരിമാരോ സഹോദരന്മാരോ, എല്ലാ യൗവന പ്രായത്തിലെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ സഹോദരിമാരോ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ അനേകം മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ചൊല്ലി ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. അവരോടൊക്കെയും എനിക്ക് പറയുവാനുള്ളത്, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും നാം ദൈവത്തെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ യേശു കർത്താവിനെ സേവിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ ഒരിക്കലും കൈവിടത്തില്ല. നമ്മുടെ ജീവിതത്തിലുള്ള വൈകല്യങ്ങളോ, നമ്മുടെ വിദ്യാഭ്യാസക്കുറവോ, നമ്മുടെ സൗന്ദര്യക്കുറവോ, നമ്മുടെ സാമ്പത്തികമോ, ഇതൊന്നും ദൈവം നോക്കില്ല. ദൈവം നമ്മളെ അളവില്ലാതെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. മറ്റൊന്ന്, കർത്താവിന്റെ വേല ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് പൈസയോ ആരോഗ്യമോ ഒന്നുമല്ല, വിദ്യാഭ്യാസമോ ഒന്നുമല്ല. നമ്മുടെ സമർപ്പണത്തെയാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ സമർപ്പണം അത് യഥാർത്ഥ സമർപ്പണമാണെങ്കിൽ കർത്താവ് നമ്മളെ കർത്താവിന്റെ വേലയിൽ ഒരു വലിയ പങ്കാളിത്തം വഹിക്കുവാൻ, ബലം തന്ന് കൃപ തന്ന് നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെ എനിക്കും എന്റെ ജീവിതത്തിൽ ഒന്ന് മാത്രമേ പറയുവാനുള്ളൂ, പൗലോസിനെ പോലെ, ഞാനാകുന്നത് കൃപയാലാകുന്നു. എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അതിനാൽ ഈ ദൈവത്തെ അന്ത്യം വരെയും സ്നേഹിച്ച് സേവിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയായി നിൽക്കുവാൻ ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഒരു നിമിഷം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ദൈവടിയന്റെ ജീവിതത്തിൽ കർത്താവെ ചെയ്ത അത്ഭുതങ്ങളെ യേശുപ്പാ ഈ പ്രിയ മീഡിയയിലൂടെ പ്രസ്താവിപ്പാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയനെ കേട്ട പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇതൊരു വിടുതലായി തീരണം. ആരെങ്കിലും ജീവിതത്തിൽ ഭാരങ്ങളോ വേദനകളോ അനുഭവിക്കുന്നെങ്കിൽ കർത്താവെ അങ്ങ് നല്ല സഖിയായി അവരോട് കൂടെ ഇരുന്ന് കർത്താവെ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ നൽകുവാൻ വിശ്വസനായ ദൈവമായിരിക്കാൻ സ്തോത്രം. കർത്താവെ ഈ സാഹചര്യങ്ങളെ ഒരുക്കി തന്ന പ്രിയ ഡാനിയൽ പാസ്റ്ററേയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട വിശ്വസ്തയ്ക്കായ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു പ്രിയ ഷീന സിസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ ദൈവീയ ഇടപെടലുകളെ കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നന്ദി പറയുകയും കർത്താവിന്റെ ദാസ്യമുള്ളതായ നന്ദി സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ കാലുകൾക്ക് ബലമേകുന്ന സ്വർഗത്തിലെ ദൈവം മാൻപേടകൾക്ക് ആമേനെ കാലുകളെ ആമേനെ ഓടുവാൻ തക്കവണ്ണം ബലം പകരുന്നത് പോലെ പ്രിയ സിസ്റ്ററിനെയും കർത്താവിന്റെ വേലയിൽ പാലക്കാട് ആക്കിയിരിക്കുന്ന ഇടത്ത് ആമേൻ മറ്റ് ദൈവം അയക്കുന്ന സ്ഥലങ്ങളിൽ ഓടിയെത്തുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏലിയാവിനോട് കൂടെ ഇരുന്നതുപോലെ ആമേന് ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കുടുംബമായി ആമേന് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആമേന് ദൈവദാസനും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആമേന് ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനേക ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ ആമേന് നാശത്തിൽ നിന്ന് ജീവങ്കിലേക്ക് വഴി നടത്തുവാൻ ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് തരണത്തിൽ ആഗ്രഹിക്കുക, ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേന് നമ്മുടെ ശരീരത്തിന്റെ ആമേന് പരിമിതികള് അവസ്ഥകള് ഒന്നും ദൈവം അറിയാതെ അല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഏതൊരവസ്ഥയിൽ നാം ആയിരുന്നാലും അതിന്റെ പിന്നില് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യം മാത്രമാണ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവസ്ഥകൾ എന്ന് പറയുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, ആമേൻ ആ കുടുംബത്തിൽ 6 മക്കൾ ആമേന് ഉള്ളതില് 6ാമത്തെ മകളെ ആമേൻ ആദ്യം തന്നെ കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട്
ആമേന് ഒരുക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ദാവീദിനെ ഏറ്റവും ഇളയ മകനായിരുന്നു. ആമേന് തന്റെ മറ്റ് സഹോദരന്മാരെക്കാളൊക്കെ മുന്നിൽ തന്നെ ദൈവം ആമേനെ കണ്ടു തിരഞ്ഞെടുത്തു. ആമേന് ദൈവത്തിന്റെ ദാസനായിട്ട് ദൈവം ആമേന് അഭിഷേകം ചെയ്യുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് ബോധിച്ചവരെ ദൈവം ചില ശുശ്രൂഷകളെ ഭരമേൽപ്പിക്കുവാൻ ആമേൻ ഇടയായി തീരും. പ്രിയ ഷീനാസുസിനെ കുടുംബമായി കർത്താവ് പിന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഇത്രത്തോളം സമയം ആമേന് ദൈവം നടത്തിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. പ്രേക്ഷകരെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ആമേൻ ഇടയായി തീരുമല്ലോ. നമ്മുടെ പരിമിതികള്, നമ്മുടെ വൈകല്യങ്ങള്, നമ്മുടെ കുറവുകള് ഒരുപക്ഷെങ്കിൽ നമുക്ക് ആമേന് അത് വലിയ പ്രയാസമുള്ള സാഹചര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടസൗകര്യങ്ങളിൽ നമ്മളെ കാണുന്നവരൊക്കെ ഒരുപക്ഷെങ്കിൽ അവരുടെയൊക്കെ മുൻപിൽ നമ്മളൊരു ചോദ്യചിഹ്നമായിരിക്കാം. എന്നാൽ നമ്മുടെ കർത്താവിന്റെ മുൻപാകെ വൈകല്യങ്ങൾ ഏതുമല്ല, നമ്മുടെ കുറവുകൾ ആമേൻ ഏതുമല്ല. നമ്മുടെ കർത്താവ് സകല കുറവുകളെയും മാറ്റുവാൻ ആമേൻ ആ ക്രൂശ് നമുക്ക് വേണ്ടി ചുമന്നു, ക്രൂശ് നമുക്ക് വേണ്ടി വഹിച്ചു, ക്രൂശിൽ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് വേണ്ടി കർത്താവ് പൂർണ്ണമായി ഏകയാഗമായി എന്നേക്കുമായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആമേൻ ഇടയായി തീർന്നു. നമ്മുടെ ശരീരത്തിന് മാത്രമേ ആമേന് വൈകല്യങ്ങൾ ആമേന് ഉള്ളൂ. നമ്മുടെ ആത്മാവ് ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലും വചനത്താലും അത് വീണ്ടെടുക്കപ്പെട്ടതായതുകൊണ്ട് അതിന് യാതൊരു വൈകല്യവുമില്ല, അത് പൂർണ്ണതയുള്ളതാണ്. ആകയാൽ നിശ്ചയമായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് ദൈവനാമം മഹിമപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കുക. എല്ലാ തിങ്കളാഴ്ചയും രാത്രി അരോമ ടിവിയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com